വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 8ലെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന ഇംഗ്ലീഷിലെ ചാപ്റ്ററാണ്. ലിറ്റിൽ തിങ്സ് മാറ്റർ ഇസ് ആൻ ഇൻസ്പയറിംഗ് ചാപ്റ്റർ ഫ്രം ഡോക്ടർ APJ Abdul Kalam's autobiography Wings of Fire. In this chapter, Kalam talks about his childhood days in Rameshwaram, a small town in Tamil Nadu. കലാമിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള വിങ്സ് ഓഫ് ഫയറിലെ ഒരു പാർട്ടാണ് ലിറ്റിൽ തിങ്സ് മാറ്റർ. ഈ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം, രാമേശ്വരത്തെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്, ദ ട്രെയിൻസ് ദാറ്റ് കാരിഡ് ന്യൂസ് പേപ്പർ സ്റ്റോപ്പ് ഹാൾട്ടിങ് അറ്റ് രാമേശ്വരം. രാമേശ്വരം സ്റ്റേഷനിൽ നിർത്തുന്ന ട്രെയിന് ആ സ്റ്റോപ്പ് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ട്രെയിനിലായിരുന്നു അവിടേക്കുള്ള ന്യൂസ് പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദ ബണ്ടിൽസ് ഓഫ് ന്യൂസ് പേപ്പർ വർ ത്രോൺ ഫ്രം ദ മൂവിങ് ട്രെയിൻ ഇൻസ്റ്റെഡ്. ആ സ്റ്റോപ്പ് അവിടെ നിന്ന് ഒഴിവാക്കിയതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ അവിടെ ഇറക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാതായി. അതുകൊണ്ട് ട്രെയിനിൽ നിന്ന് ന്യൂസ് പേപ്പർ വലിച്ചെറിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കലാംസ് കസിൻ ഷംസുദ്ദീൻ, ഹു ഓൺ എ ന്യൂസ് പേപ്പർ ഏജൻസി, നീഡഡ് സമ്മൺ ടു കളക്ട് ദ ബണ്ടിൽസ് ആൻഡ് ഡെലിവർ ദം ക്വിക്ക്ലി അറൗണ്ട് ടൗൺ. രാമേശ്വരത്ത് ന്യൂസ് പേപ്പറൊക്കെ ഡെലിവർ ചെയ്തുകൊണ്ടിരുന്നത് കലാമിൻ്റെ കസിനായിട്ടുള്ള ഷംസുദ്ദീൻ ആയിരുന്നു. ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ നിന്ന് വലിച്ചെറിയുന്ന ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യാനും അത് ഡെലിവർ ചെയ്യാനും പെട്ടെന്ന് തന്നെ ഡെലിവർ ചെയ്യാനും ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. ദോ കലാം വാസ് ഓൺലി 8 years old. ഹി ഓഫേർഡ് ടു ഡു ദ ജോബ്. ആ സമയത്ത് കലാമിനാകെ 8 വയസ്സ് മാത്രമായിരുന്നു ഉള്ളത്. പക്ഷേ അവൻ അവൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ആ ജോബ് ഏറ്റെടുക്കുന്നു. എവ്രി മോർണിംഗ് ഹി വുഡ് സ്റ്റാൻഡ് നിയർ ദ റെയിൽവേ സ്റ്റേഷൻ, ക്യാഷ് ദ ന്യൂസ് പേപ്പർ ആൻഡ് ഡെലിവർ ദം. എല്ലാ ദിവസവും അവൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയും ന്യൂസ് പേപ്പർ കളക്ട് ചെയ്ത് ഡെലിവർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. കലാം ഹാഡ് എ വെരി ബിസി ഷെഡ്യൂൾ. He woke up before sunrise to attend math tuition and Arabic classes, then finish his newspaper deliveries and later went to his regular school. കലാമിൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഒരു ബിസി ഷെഡ്യൂൾ പോലെയായിരുന്നു. സൺറൈസിന് മുൻപായിട്ട് എണീക്കണം, ശേഷം മാത്സ് ക്ലാസ്സും അറബിക് ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം, അതിനുശേഷം ന്യൂസ് പേപ്പർ ഡെലിവറി നടത്തിയതിന് ശേഷം സ്കൂളിലേക്ക് പോകണം. ഇങ്ങനെ ഒരു ബിസി ഷെഡ്യൂളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. The newspapers he delivered carried important news about the freedom struggle in India. കലാം ഡെലിവർ ചെയ്യുന്ന ആ ന്യൂസ് പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ന്യൂസ് പേപ്പറിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആസ് വെൽ ആസ് വേൾഡ് ഇവൻറ്റ്സ് ഡ്യൂറിങ് ദ വാർ. നമ്മൾ പറഞ്ഞു വേൾഡ് വാർ സെക്കൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ന്യൂസുകളും ആ ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. In the evenings, Kalam and his cousins would sit by the sea and read the newspaper. ഇതുവരെ കലാമിനൊരു ബിസി ഷെഡ്യൂളാണ്, അതിനകത്ത് തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കിട്ടാറില്ല. ഈവനിങ് ടൈമിൽ കലാമും കലാമിൻ്റെ കസിൻസും കൂടി കടലിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പത്രം വായിക്കാൻ തുടങ്ങും. ദേ ഡിസ്കസ്ഡ് ലീഡേഴ്സ് ലൈക്ക് മഹാത്മാ ഗാന്ധി ആൻഡ് ഹിറ്റ്ലർ ആൻഡ് ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ദ കൺട്രി. അവർ മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനങ്ങളും ഹിറ്റ്ലറിനെ പറ്റിയും ഇന്ത്യൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. Little Things Matter teaches us that even small tasks and responsibilities are important because they build character and prepare us for bigger success in life. ഇത് നമുക്ക് കലാമിൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. 8ാം വയസ്സിൽ അവന് കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോലിക്ക് ഇറങ്ങുന്നുണ്ട്. കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവൻ ഏറ്റെടുക്കുന്നത്. ചെറിയൊരു എമൗണ്ട് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ കൂടിയും അത് കുടുംബത്തിനെ വലിയൊരു രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഈ ഒരു ജോബിലേക്ക് ഇറങ്ങിയതോടുകൂടി കലാമിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് ടൈം മാനേജ്മെൻറ്റ് എന്നത്. എത്രയും ചെറുപ്പത്തിൽ ഒരു ടൈം മാനേജ്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിനെ സക്സസ് ആക്കാൻ ഈ ടൈം മാനേജ്മെൻറ്റ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. Dr. Kalam's experience as a newspaper boy shows how small effort can make a big difference both for family and for the personal growth. ഈ ചെറിയൊരു ജോബ് കൊണ്ട് തന്നെ എത്രത്തോളം ഡിഫറൻസ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലും ഉണ്ടായിട്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.